നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നമ്പിനാരായണന് പത്മ പുരസ്കാരം നൽകിയതിനെതിരെ കടുത്ത പരാമർശവുമായി മുൻ DGP TP സെൻകുമാർ. ശരാശരിയിൽ താഴെയുള്ള ശാസ്ത്രജ്ഞൻ മാത്രമാണ് നമ്പിനാരായൺ. ആദരിക്കപ്പെടേണ്ട ഒരു സംഭാവനയും അദ്ദേഹം രാജ്യത്തിന് നൽകിയിട്ടില്ല. സുപ്രീം കോടതി പൂർണ്ണമായും കുറ്റവിമുക്തനാക്കാത്ത ഒരാൾക്ക് പരമോന്നത പുരസ്കാരം നൽകിയത് അമൃതിൽ വിഷം കലർത്തുന്നത് പോലെയാണെന്നും സെൻകുമാർ തുറന്നടിച്ചു. അതേസമയം അബദ്ധം പറയുന്ന സെൻകുമാർ ആരുടെ ഏജന്റാണെന്ന് അറിയില്ല എന്നായിരുന്നു നമ്പിനാരായണന്റെ മറുപടി. സുപ്രീം കോടതിയുടെ പ്രത്യേക സമിതി ചാരക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കും മുൻപ് രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം നമ്പിനാരായണന് നൽകാൻ പാടില്ലായിരുന്നുവെന്നാണ് സെൻകുമാറിന്റെ വിമർശനം. നമ്പിനാരായണെതിരെ അതിഗുരുതര ആരോപണങ്ങളും മുൻ DGP മുന്നോട്ട് വെച്ചു. ISRO ചാരക്കേസിൽ ശരിയായ അന്വേഷണം നടന്നിട്ടില്ല. അതിന് കാരണം അറിയണമെങ്കിൽ 24 വർഷം മുൻപുള്ള CBIയെ കുറിച്ച് തിരക്കിയാൽ മതി. മാനദണ്ഡം ഇതാണെങ്കിൽ മറിയം റഷീദയ്ക്കും ഗോവിന്ദചാമിക്കും അമറുൽ ഇസ്ലാമിനും ഒക്കെ പുരസ്കാരത്തിന് അർഹതയുണ്ടെന്നും സെൻകുമാർ പരിഹസിച്ചു. ഇങ്ങനെ പോയാൽ അടുത്ത വർഷം ഗോവിന്ദചാമിക്കും അമറുൽ ഇസ്ലാമിനും ഈ വർഷം വിട്ടുപോയ മറിയം റഷീദയ്ക്കും പത്മവിഭൂഷൺ തന്നെ കിട്ടുമോ എന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. നമ്പിനാരായണനെ പത്മ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് അമൃതിൽ വിഷം വീണതുപോലെയാണ്. പ്രതിച്ഛായയും സത്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശരാശരിയിൽ താഴെയുള്ള ഒരു ശാസ്ത്രജ്ഞൻ മാത്രമാണ് നമ്പിനാരായണെന്ന് അദ്ദേഹത്തിന്റെ ISROയിലെ സഹപ്രവർത്തകർക്ക് അറിയാം. ശുപാർശ നൽകിയത് എന്തടിസ്ഥാനത്തിലാണെന്ന് അവാർഡ് നൽകിയവർ വിശദീകരിക്കണമെന്നും സെൻകുമാർ ആവശ്യപ്പെട്ടു. മഹാനായ ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം എന്ത് കാര്യങ്ങളാണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തതെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തെ സ്പോൺസർ ചെയ്തവർക്കും അദ്ദേഹത്തിന് അവാർഡ് നൽകിയവർക്കും ഉണ്ട്. സെൻകുമാർ അബദ്ധങ്ങൾ പറയുകയാണെന്നായിരുന്നു നമ്പിനാരായണന്റെ മറുപടി. താൻ നൽകിയ നഷ്ടപരിഹാര കേസിലെ പ്രതിയാണ് സെൻകുമാർ. അദ്ദേഹം ആരുടെ ഏജന്റാണെന്ന് തനിക്കറിയില്ല. ചാരക്കേസ് കഴിഞ്ഞുവെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ച കണ്ടെത്താനാണ് സുപ്രീം കോടതി സമിതിയെ നിയോഗിച്ചിരിക്കുന്നതെന്നും നമ്പിനാരായണൻ തിരിച്ചടിച്ചു. സംസാരിക്കുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ അബദ്ധമാണ്. ഞാനൊരു 1 കോടി രൂപയുടെ കോമ്പൻസേഷൻ സൂട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല ആരുടെ ഏജന്റായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് എന്നറിയില്ല. പത്മ പുരസ്കാരത്തെ ചൊല്ലി സെൻകുമാർ ഉയർത്തിവിട്ട പുതിയ വിവാദം നിലവിലെ സാഹചര്യത്തിൽ ഏറെ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കൂടി കാരണമാകുമെന്നതിൽ സംശയമില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. നമ്പിനാരായണനൊപ്പം തന്നെ RV ശ്രീകുമാർ, SK സജീഷ് DYFI നേതാവ്, ശ്രീകുമാർ മേനോൻ സംവിധായകൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ നമ്പിനാരായൺ, ശ്രീ സെൻകുമാർ പറയുന്നത് നമ്പിനാരായണന് പുരസ്കാരം നൽകിയത് അമൃതിൽ വിഷം വീണതുപോലെയാണ് എന്നാണ്. എന്താണ് ഇക്കാര്യത്തിൽ താങ്കളുടെ പ്രാഥമികമായിട്ടുള്ള പ്രതികരണം? ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് ഈ കമൻറ്റ് ഡസൻ ഡിസേർവ് എ കൗണ്ടർ കമൻറ്റ് ഓർ എ റിയാക്ഷൻ. ആക്ച്വലി പുള്ളി പറയുന്നത് എന്തോ ഒരു ബോധപൂർവം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ ഓൺലി ഫീൽ സാഡ് അബൌട്ട് ഹിം, ദാറ്റ്സ് ഓൾ. എനിക്കതിനകത്ത് കമൻറ്റ് ചെയ്യാൻ ഒന്നുമില്ല. സുപ്രീം കോടതി മുൻ ജഡ്ജ് ഉൾപ്പെട്ട ഒരു സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് താങ്കളുടെ കേസിൽ. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് പത്മഭൂഷൺ നൽകുന്നത് ഉചിതമായില്ല എന്നാണ് TP സെൻകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൃത്യമായ ഉള്ളടക്കം. അതിൻ്റെ കമൻറ്റ് ഞാൻ പറയാം. സുപ്രീം കോടതി വിധി അനുസരിച്ച് ആ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് എ സുപ്രീം കോടതി ജഡ്ജ് as chairman and 1 member from Kerala state, another member from the center, a 3-member committee. Now this committee will be looking at the on the erring officials who have done this investigation as well as various actions. Actually സുപ്രീം കോടതിയിലെ കമ്മിറ്റി ചെയ്യുന്നത് ഈ എറിംഗ് ഒഫീഷ്യൽസിനെ കുറിച്ചാണ് അവർ എൻക്വയറി ചെയ്യാൻ പോകുന്നത്. നമ്പിനാരായണനെ കുറിച്ചോ ISRO ചാരക്കേസിനെ കുറിച്ചോ അല്ല. അപ്പോൾ പുള്ളി പറഞ്ഞതിൽ വേറൊരു കാര്യം ഞാൻ ശരിക്കും ഓർമ്മയില്ല. ബട്ട് ചാരക്കേസിൻ്റെ അന്വേഷണത്തിനെ കുറിച്ച് വീണ്ടും അന്വേഷിച്ച് ചെയ്യുകയാണെങ്കിൽ അത് CBI കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് ഗിവൺ ടു എ ഡിഫറെൻറ്റ് കമ്മിറ്റി. സോ ഇറ്റ് ഈസ് നോട്ട് ദി ചാരക്കേസിൻ്റെ അന്വേഷണമല്ല. ഇത് പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അതിനെക്കുറിച്ച് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും എന്നാണ് അതിൻ്റെ വിധി. അല്ല, TP സെൻകുമാർ പറയുന്നത് ISROയിൽ നടന്നത് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു എന്നും ആ സമിതിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ എന്നുമാണ്. അത് അങ്ങയുടെ ഇന്റർപ്രിട്ടേഷൻ തെറ്റാണ്. അങ്ങനെ മനസ്സിലാക്കിയതും പറഞ്ഞതും എല്ലാം തെറ്റാണ്.
ISROയിൽ നടന്നത് എന്താണ് എന്ന് കണ്ടുപിടിക്കാനല്ല, ഉദ്യോഗസ്ഥരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയാണ് സുപ്രീം കോടതി ഈ 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് താങ്കൾ പറയുന്നത്. അതെ 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 100% അത് തന്നെ. അല്ലെങ്കിൽ വേറെ കേസില്ലല്ലോ ഇവിടെ. ഇപ്പോൾ ISRO കേസ് വീണ്ടും പുനരന്വേഷണം ചെയ്യണമെങ്കിൽ അത് സുപ്രീം കോടതി, ഞാനല്ലേ പെറ്റീഷണർ. നോക്കൂ സെൻകുമാർ, താങ്കളെ വ്യക്തിപരമായും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഗോവിന്ദച്ചാമി എന്ന കൊലപാതകയുമായി, അമീറുൽ ഇസ്ലാം എന്ന കൊലപാതകയുമായിട്ടാണ് താങ്കളെ താരതമ്യം ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ല, അത് അങ്ങയുടെ കൾച്ചർ അതായിരിക്കാം. എനിക്ക് അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ല നികേഷ്. കാരണം അത്രയും താഴെ ഇറങ്ങി വരാൻ ഞാൻ തയ്യാറില്ല. എന്ന് വെച്ചാൽ നമ്പിനാരായൺ താങ്കൾ പറഞ്ഞത് TP സെൻകുമാർ ആരുടെ ഏജൻ്റാണ് എന്നെനിക്കറിയില്ല എന്നാണ്. ആരുടെ ഏജൻ്റാണ് എന്ന് കരുതുന്നതോ ആരുടെയൊക്കെയോ ഏജൻ്റാണ് എന്ന് കരുതുന്നതുകൊണ്ടായിരിക്കുമല്ലോ ആരുടെ ഏജൻ്റാണ് എന്ന് തനിക്കറിയില്ല എന്ന് താങ്കൾ പറയുന്നത്. എനിക്ക് ഒരു മനസ്സിലാകുന്നില്ല ആർക്ക് വേണ്ടിയാണ് പുള്ളി സംസാരിക്കുന്നു. അതായത് പുള്ളി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ആക്ച്വലി എൻ്റെ കേസിൽ കോമ്പൻസേഷൻ സൂട്ടിൽ TP സെൻകുമാർ ഒരു പ്രതിയാണ്. കഴിഞ്ഞ ഏകദേശം ഒരു 1997 മുതൽ ആ കേസ് നിലവിലുണ്ട്. സോ ഇറ്റ്സ് അബൌട്ട് 15 years. അല്ലല്ല 99 മുതൽ നിലവിലുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് അബൌട്ട് 15 years or 20 years അറൗണ്ട് ദാറ്റ് ലോങ് പീരിയഡ്. അപ്പോൾ അങ്ങനെ ഒരു ലോയറെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്. ഇനി കേസിൻ്റെ അവസാനത്തെ ഘട്ടം പ്രിലിമിനറി അല്ല ഫൈനൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി സമ്മേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ എന്ത് വേണമെങ്കിലും പുള്ളിക്ക് പറയാമല്ലോ. ദർ ഈസ് എ പ്ലേസ് വെയർ ഹി ഈസ് എ റെസ്പോണ്ടൻറ്റ്. ഇപ്പോൾ പറയുന്ന എന്ത് പോയിന്റ് വേണമെങ്കിലും കോടതിയിൽ പറയാം. അതിന് എനിക്ക് വിരോധമോ എതിർപ്പോ ഒന്നുമില്ല. സോ പുള്ളി ഇപ്പോൾ ഒരിക്കൽ അവിടെ വന്ന് എൻ്റെ അടുത്തല്ല കോടതിയിൽ പറഞ്ഞത്, പുള്ളി ഒരു ഇൻവെസ്റ്റിഗേഷനും ചെയ്തിട്ടില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ അന്യൂൽ ചെയ്തു, സുപ്രീം കോടതി അന്യൂൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്യൂൽ ചെയ്തിട്ടുള്ള ഒരു കേസിലെ പുള്ളിക്ക് എനിക്കെന്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാ എന്ന് പറയുന്നു. പിന്നെ അതേ സമയത്തിൽ ഇപ്പോൾ പറയുകയാണ് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ ഓഫ് ഫാക്ട്സ്. പക്ഷേ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു പോകുന്നതായിരിക്കില്ലേ ശ്രീ നമ്പിനാരായണൻ കുറെ കൂടി ഉചിതം? ISROയിൽ നമ്പിനാരായണൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് വ്യക്തമാക്കണം. 1990 മുതൽ അവിടെ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരുമായി TP സെൻകുമാർ സംസാരിക്കുന്നു. അവർക്കൊന്നും നമ്പിനാരായണൻ്റെ പ്രാഗൽഭ്യം സംബന്ധിച്ച അഭിപ്രായമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ രാജ്യം എന്തിന് ഏറ്റവും ഉന്നതമായ 3ാമത്തെ ബഹുമതി നൽകി നമ്പിനാരായണനെ ആദരിച്ചു എന്നറിയണം. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ റിപ്ലൈ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ISROയിൽ ഞാൻ എന്ത് കൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് അതിനെക്കുറിച്ച് പറയേണ്ടത് എൻ്റെ ബോസസ്, അതായത് എൻ്റെ ISRO ചെയർമാനാണ്. ISRO ചെയർമാൻ വളരെ ക്ലിയറായിട്ട് ഓപ്പൺ ലെറ്ററിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത്. രണ്ടാമത് എല്ലാവർക്കും അറിയാവുന്നുള്ളതും അത് അങ്ങേർക്ക് മനഃപൂർവ്വം മനസ്സിലാകാത്തതുമായിട്ടുള്ള ഒരു കാര്യം, മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ he doesn't seem to know what is rocketry and അതിനകത്ത് എന്താണ് കോൺട്രിബ്യൂഷൻ, എന്താണ് ആവറേജ്. എന്തോ 4000 പേരെടുത്തോ എന്തൊക്കെ ചോദിച്ചെന്ന് പറയുന്നത് എനിക്കറിയില്ല. 4000 പേരെ എങ്ങനെ കണ്ടു? ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങേർക്ക് മറ്റാളുകൾ പറയുന്നത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങേർക്ക് അതിനെക്കുറിച്ച് ഒരു നോളജ് വേണ്ടേ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. ജീവിതം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, TP സെൻകുമാറിൻ്റെ വാക്കുകൾ ഇതാണ്: ജീവിതം മുഴുവൻ ഓവർലോഡ് എടുത്ത് വർക്ക് ചെയ്ത നിരവധി ശാസ്ത്രജ്ഞന്മാർ ഉണ്ട്, അവർക്കൊന്നും കൊടുക്കാത്ത ഒരു പുരസ്കാരമാണ് നമ്പിനാരായണന് കൊടുത്തത് എന്ന് പറയുകയാണ് അദ്ദേഹം. എന്ന് വരികിൽ താങ്കളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ഉറക്കെ പറയേണ്ടി വരുന്നൊരു പ്രത്യക്ഷ സാഹചര്യം നിലനിൽക്കുകയാണ്. അതെ, ഞാൻ പറയാൻ വരുന്നത് എന്താണ് ചെയ്തെന്നുള്ളതോ അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതിൽ എനിക്ക് വിശ്വാസമില്ല. അത് നിങ്ങൾ തന്നെ അങ്ങേരുടെ അടുത്ത് ചോദിക്കുക. അങ്ങേര് ഇൻ്റർവ്യൂവിൽ വരികയാണെങ്കിൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് എന്നാൽ എന്താ എന്ന് പുള്ളി പറയട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ന് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദി PSLV, GSLV എല്ലാ റാക്കറ്റിൻ്റെയും മുമ്പ്
അത് ആരാണ് ഉണ്ടാക്കിയതെന്ന് ഈ 4000 പേര് എന്തോ ഇങ്ങനെ അടുത്ത് പറഞ്ഞില്ല, പലരും അവരുടെ തന്നെ തിരിച്ച് ചോദിക്കുക അത് ആ സ്റ്റേജ് ഉണ്ടാക്കിയത് ആരാണ്. വേറെ ആരെങ്കിലും ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ ഇങ്ങനെ അറിയിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ നമ്പിനാരായണനെ കുടുക്കിയതാണ് എന്ന നിലയിലാണല്ലോ സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. താങ്കൾ കുടുക്കിയതാണ് എന്ന് സുപ്രീം കോടതി ഉത്തരവ് വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എല്ലാവരും എത്തുമ്പോൾ TP സെൻകുമാറിന് അതിൽ ഭയപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണോ ഈ കാലുഷ്യം? എനിക്ക് തോന്നുന്നത് ഈ സുപ്രീം കോടതിയുടെ കമ്മിറ്റി ഈസ് ഗോയിങ് ടു ലുക്ക് അറ്റ് ദി എറോണിയസ് ഒഫീഷ്യൽസ് ഹൂ വെയർ റെസ്പോൺസിബിൾ ഫോർ ഫാബ്രിക്കേറ്റിംഗ് ദിസ് കേസ്. ഈ 3 പേരും മാത്രമല്ല. അപ്പോൾ അതിനകത്ത് അഡീഷണലായിട്ട് വരുന്ന ആളുകളിൽ മിസ്റ്റർ സെൻകുമാർ ഒരാളാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ കാരണം എൻ്റെ കോമ്പൻസേഷൻ സൂട്ടിലേക്ക് പുള്ളി ഒരു റെസ്പോണ്ടൻ്റ് ആണ്. അതുകൂടാതെ കുറേ IB ഓഫീസേഴ്സും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും. അങ്ങനെയുള്ള ഒരു പുള്ളിയുടെ ഒരു അപ്രിഹെൻഷൻസ് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ എന്നാലും അങ്ങനെക്കുറിച്ച് എനിക്ക് യാതൊരു ബാധരേഷനും ഇല്ല. പുള്ളിക്ക് എന്ത് വേണമെങ്കിലും പറയട്ടെ, എവിടെ വേണമെങ്കിലും പറയട്ടെ. അതിനെക്കുറിച്ച് ഐ ടോൾഡ് യു ദാറ്റ് ഇറ്റ് ഡസൻറ്റ് വർത്ത് ദ റിപ്ലൈ. TP സെൻകുമാറിൻ്റെ പങ്കാളിത്തം താങ്കളുടെ കേസിൽ എന്താണ്? എൻ്റെ കേസിലെ പുള്ളിയെ അപ്പോയിൻ്റ് ചെയ്തത് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാണ് അപ്പോയിൻ്റ് ചെയ്തത്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ ആർഡർ ഞാൻ ചാലഞ്ച് ചെയ്തപ്പം ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തു. ഹൈക്കോടതി ഒരു ആംബിഗ്വസ് ആണ് ഒരു ജഡ്ജ്മെൻറ്റ് കൊടുത്തത്. ആ ജഡ്ജ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ദേ ഡിഡ്ന്റ് ക്വാഷ് ദി ഓർഡർ. പക്ഷേ അവർ പറഞ്ഞത് കേരള ഗവൺമെൻറ്റിന് ഒരു ജൂറിസ്ഡിക്ഷൻ ഇല്ല ഈ കേസ് ഫയൽ ചെയ്യാനായിട്ട്. ഏത് കോടതിയിൽ ചെന്ന് ഫയൽ ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത ഒരു കേസ് ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല. പിന്നീട് മിസ്റ്റർ സെൻകുമാർ ആസ് ദ ചെയർമാൻ ഓഫ് ദി SIT ആർ ആക്റ്റീവ് മെമ്പർ ഓഫ് ദി SIT, ഐ തിങ്ക് ഇറ്റ് വാസ് ചാലിയാണ്, ഹി ഹാസ് ടു റിപ്പോർട്ട് ചാലി, അങ്ങനെയുള്ള ഒരു ഓർഡറായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഹൈക്കോടതിയിലെ ഓർഡറൊക്കെ എടുക്കാതോ ഇവിടുത്തെ ഒരു CJM കോടതിയിൽ ചെന്നിട്ട് സാങ്ഷൻ ചോദിച്ചു. ആക്ച്വലി ഹൈക്കോടതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാങ്ഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ സാങ്ഷൻ ചോദിച്ചു. സാങ്ഷൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ആ സാങ്ഷൻ വാങ്ങിച്ചു. സാങ്ഷൻ വാങ്ങിച്ചപ്പം ആ സാങ്ഷനെ ഞാൻ ചാലഞ്ച് ചെയ്യും എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ഇവിടെ ഒരു ഡിസിഷൻ വരാം, പിന്നെ ഹൈക്കോടതി പോവാം, പിന്നെ ഡിവിഷൻ ബെഞ്ച് ആവാം, അങ്ങനെ ഒരു 2-3 വർഷം തള്ളിക്കൊണ്ട് പോവാം. ഞാൻ അങ്ങനെ പോയില്ല. ഞാൻ നേരെ ഹൈക്കോടതിയുടെ ഓർഡർ ചാലഞ്ച് ചെയ്തിട്ടാണ് സുപ്രീം കോടതി പോയത്. അതിൻ്റെ അവിടെ ചെന്നിട്ടപ്പോൾ സുപ്രീം കോടതി അത് ക്വാഷ് ചെയ്തു. So പുള്ളിയുടെ റോൾ വാസ് വെരി ആക്റ്റീവ് ഇൻ ഗെറ്റിംഗ് എ സാങ്ഷൻ, ആൻഡ് ദെൻ ഹി ആൾസോ ഡിക്ലെയർഡ് ദാറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് സ്റ്റാർട്ടഡ്. പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് അത് ക്വാഷായിപ്പോയി. അപ്പോൾ ഞാൻ ഇത്രയും ഒരു മാനസിക വിഷമവും എൻ്റെ അഭിപ്രായത്തിൽ സാങ്ഷൻ്റെ ആവശ്യമില്ലാത്തതും പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കേസിലും അവർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലും വാങ്ങിക്കും എന്നൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ റെസ്പോണ്ടൻ്റായിട്ട് എൻ്റെ കേസിൽ ഉൾപ്പെടുത്തി. അവരവിടെ വന്ന് എല്ലാ പോയിൻറ്റും പറഞ്ഞു. ഇനിയും ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ കോടതി ചിലപ്പോൾ പറയാം സെൻകുമാറിനെ അവിടെ അവർക്കൊരു റോളും ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ സെൻകുമാരെയും ചേർത്തിട്ട് കോടതി ചിലപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് പറയാം. എനിക്ക് എന്താണ് ജഡ്ജ്മെൻറ്റിനുള്ളത് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ വിശ്വാസം പുള്ളിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹി വിൽ ആൾസോ ബി വൺ ഓഫ് ദി മാൻ റെസ്പോൺസിബിൾ ഫോർ മാൽ ഹാൻഡ്ലിംഗ് ദി കേസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദയവായി തുടരുക. RV ശ്രീകുമാർ, മുൻ DGP ഗുജറാത്ത്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ശ്രീകുമാർ, നമ്പിനാരായണന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. താങ്കളുടെ പ്രതികരണം എന്താണ്? ഞാൻ പൊതുവേ സെൻകുമാർ സാറിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. കാരണം ഇദ്ദേഹം, ഞാനാണ് കമ്മിറ്റിയിലുണ്ടെങ്കിൽ ഇദ്ദേഹം യോഗ്യനല്ലെന്നാണ് ഞാൻ കാണുന്നത്. അതിന് പ്രധാന കാരണം 2 ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ACR ഫയല്, ആനുവൽ കോൺഫിഡൻഷ്യൽ റോൾസ് ഫയൽസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൽ നിന്ന് എടുത്തു കേസിൻ്റെ ഭാഗമായിട്ട്. അതിലെ 2-3-4 വർഷം ഇദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് സൂപ്പർവൈസ് ചെയ്ത പ്രസിദ്ധമായ സയൻറ്റിസ്റ്റ് നമ്മുടെ മുത്തുനായകം സാർ എഴുതിയിട്ടുണ്ട്, എ കേപ്പബിൾ പേഴ്സൺ ബട്ട് ഡിഡ് നോട്ട് പെർഫോം ആഡിക്വേറ്റ്ലി ഫോർ ഡെവലപ്പിംഗ് വികാസ് എഞ്ചിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു കാരണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രേഡിങ് എക്സലൻ്റ് ഒന്നുമല്ല കിട്ടിയിട്ടുള്ളത്, വെരി ഗുഡേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അതിനെപ്പറ്റി അദ്ദേഹം റിപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയലിൽ അതിൻ്റെ കോപ്പിയുണ്ട്. അത് ഒന്ന്. രണ്ടാമത്, ഇദ്ദേഹം
IRS ഫയലിൽ ഇദ്ദേഹം ഒരു വിജിലൻസ് എൻക്വയറി ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ആ വിജിലൻസ് എൻക്വയറിയുടെ ഫൈനൽ വെർഡിക്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ പേപ്പേഴ്സ് എല്ലാം സെൻകുമാർ സാർ കണ്ടിരിക്കാം. അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അദ്ദേഹം അഭിപ്രായം പറയുന്നത്. പിന്നെ അദ്ദേഹം ഗോവിന്ദസ്വാമിയായിട്ട് കമ്പയർ ചെയ്തൊക്കെ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ബാക്കി പൊതുവെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണ്. വേറൊരു കാര്യം കൂടെ പറയാന്ന് വെച്ചാൽ നമ്പിനാരായണൻ സാറ് പച്ചക്കള്ളമാണ് അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നതിനെ പറ്റി. അതായത് ഞാൻ അവിടെ ISR തുമ്പയിൽ 1980 തൊട്ട് 1984 വരെ കമാൻഡന്റ് ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു റെക്കമെൻഡേഷന് വേണ്ടി പോയെന്നും അദ്ദേഹം എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചെന്നും ഞാനപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞിരുന്നു. അത് ഇന്നുവരെ ഒരു കോടതിയിലും ഒരു ലീഗൽ ബോഡിയിലും പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ആ സമയത്ത് അവിടുത്തെ കൺട്രോൾഡായിരുന്ന PM നായരോടും ഡയറക്ടറായിരുന്ന ഗവാരിക്കരോട് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയേണ്ടതാണ്, അത് പറഞ്ഞിട്ടില്ല. അത് ഇങ്ങനെ ടോട്ടലി ഫാൾസ് ഒരു ഫിക്ഷൻ പോലെ കഥകൾ ഉണ്ടാക്കിയ ആളുകൾ പറയണം. എനിക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഡയറക്ടർ വസന്ത് ഗവാരിക്കരും PM നായർ എന്നുള്ള IAS ഓഫീസർ മറ്റേ കൺട്രോളറുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധങ്ങളാണുള്ളത്. ഇവിടെ ശ്രീകുമാർ, നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ MP-യുടെ ശുപാർശ പ്രകാരമാണ് നമ്പിനാരായണന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ശരിയാണ്, ISROയിലെ കോൺട്രിബ്യൂഷൻ വെച്ച് മാത്രമായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖറിൻ്റെ ശുപാർശ. ISROയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അതുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നമ്പിനാരായണൻ്റെ വാക്കുകൾ കടമെടുത്താൽ CIA മറ്റേതോ സംവിധാനമോ ഇവിടെ ISROയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി ചാരക്കേസ് കുത്തിപ്പൊക്കിയത് എന്നാണ്. നോക്കൂ, അതിനപ്പുറത്തേക്ക് ഒരു ശാസ്ത്രജ്ഞനെ നമ്മുടെ നിയമവ്യവസ്ഥ പീഡിപ്പിക്കുന്നു. അതിനുള്ള കോമ്പൻസേഷനുമായിട്ടാണല്ലോ നമ്മുടെ 50 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിനോട് കൊടുക്കാൻ സുപ്രീം കോടതി ഈ കേസുകളെല്ലാം കേട്ടതിന് ശേഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കൊടുത്തു. അതിനപ്പുറത്തേക്ക് പത്മ പുരസ്കാരങ്ങൾ കൂടിയാകുമ്പോൾ ചെയ്ത തെറ്റിന് പരിഹാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് അത് ചെയ്യുമ്പോൾ. ഈ ഫാക്ടേഴ്സ് ഉണ്ട്. സാധാരണ ഓൾ റെക്കോർഡ്സ് ഒരു ഓഫീസർക്ക് ഏതെങ്കിലും അവാർഡ് കൊടുക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ ACR റെക്കോർഡ്സ് പരിശോധിക്കും. മറ്റ് ഫീൽഡുകളിൽ ഏതെങ്കിലും നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫീസർ എന്നുള്ള നിലയിലാണ് ചെയ്തത്. ISRO ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഓഫീസർ എന്നുള്ള നിലയിലാണ് ചെയ്യുന്നത്. അതിന്റെ സൂപ്പർവൈസറി ഓഫീസറിന്റെ പഠനവും അസസ്മെന്റും എടുക്കണമല്ലോ. പിന്നെ ശ്രീ RV ശ്രീകുമാർ, താങ്കൾ പറയുന്നത് ചാരക്കേസല്ല, പകരം അദ്ദേഹത്തിനെതിരെ എന്തോ ഒരു വിജിലൻസ് കേസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോ കച്ചിത്തുരുമ്പ് പോലും പിടിക്കാൻ ശ്രമിക്കുകയാണ്. കച്ചിത്തുരുമ്പല്ല, അത് നിങ്ങളുടെ അഭിപ്രായമാണ്. അത് നിങ്ങൾ കച്ചിത്തുരുമ്പന്റെ ഇത് റെക്കോർഡിലുള്ളതാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ഇത് അദ്ദേഹം ഈ കേസ് തുടങ്ങുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ജോയിന്റ് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേസ് പേപ്പേഴ്സിൽ ഉള്ളതാണ്. അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഈ ഫാക്ട് വിജിലൻസ് കേസൊക്കെ ഉണ്ടായിരുന്ന ഒരാളിന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്ന ഏത് ബേസിലാണ്? പൊളിറ്റിക്കലായിട്ടുള്ള അവാർഡ് കൊടുത്തായിരിക്കാം. അതിന് അവരുടെ ജഡ്ജ്മെന്റിനെ പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല. അത് സുപ്രീം കോടതി നമ്മുടെ ഈ സെലക്ഷൻ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിന് അവർക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കാം. ഇതിൽ വേറൊരു ഫാക്ടർ ഉള്ളത്, നമ്പിനാരായണനെ എനിക്കെതിരായിട്ട് ഉപയോഗിക്കാൻ നരേന്ദ്രമോദി എന്നുള്ള ബഹുമാനം പ്രൈം മിനിസ്റ്റർ വരെ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അലിഗേഷൻ. അദ്ദേഹം ഒക്ടോബർ 2013 മാതാ അമൃതാനന്ദയെ കാണാൻ ഇവിടെ വന്നപ്പോഴേ 2 മണിക്കൂർ നമ്പിനാരായണനോട് സംസാരിച്ചു. അതിനുശേഷം നമ്പിനാരായണൻ ഒരു റിപ്രസന്റേഷൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് എഴുതി അയച്ചു. എന്നെ ബുക്ക് ചെയ്തത്, എന്നെ കള്ളക്കേസിൽ കുടുക്കിയത് ശ്രീകുമാറാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള എൻക്വയറി റീഓപ്പൺ ചെയ്യണം. എൻ്റെ എൻക്വയറി നടത്തി റെഗുലർ എൻക്വയറി ആ റുട്ടീൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ എന്നെയും മറ്റ് 12ഓളം ഈ IB ഓഫീസേഴ്സിനെയും ഒരു 3 IPS ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഞാൻ, രവീന്ദ്രൻ, മിസ്റ്റർ മാത്യു ജോൺ, ഞങ്ങളെ എക്സോണറേറ്റ് ചെയ്തിരുന്നു. അതിന് ഓപ്പൺ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഞാനാണ് ഇതിൽ പ്രധാന കാരണക്കാരനെന്ന് പറയാൻ യാതൊരു വിധമായ തെളിവുകളും അല്ല. ശ്രീ RV ശ്രീകുമാർ, ആ കാലഘട്ടത്തിൽ ശ്രീ നമ്പിനാരായണൻ പറഞ്ഞത് താങ്കൾക്കെതിരെ മോദിക്ക് പരാതി നൽകി എന്നുള്ളതല്ലായിരുന്നു, പക്ഷേ താങ്കൾ അടക്കമുള്ളവർ ചേർന്നാണ് തന്നെ കുടുക്കിയത് എന്നുള്ളൊരു പരാതി അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദിയോട് നേരിട്ട് കണ്ട് നമ്പിനാരായണൻ പരാതി പറഞ്ഞിരുന്നു എന്നാണ്. അത് മറ്റ് പല രാഷ്ട്രീയക്കാരെയും അദ്ദേഹം കണ്ടു. ആരും CBI ഒരു പുനരന്വേഷണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സഹായിക്കുന്നില്ല.
നരേന്ദ്രമോദി ഒരു ആ നിലയിൽ വേറിട്ട നേതാവാണ് എന്ന് 2014 നമ്പിനാരായൺ കണ്ടു. അങ്ങനെ നമ്പിനാരായൺ നരേന്ദ്രമോദിയെ കണ്ട് ഈ വിഷയങ്ങളിൽ ഒരു പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. 2014 2013 ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴേ കേരളത്തിൽ വിസിറ്റ് ചെയ്യപ്പോഴേ കണ്ടത് 10 റിപ്പോർട്ട്സ് ഉണ്ട്. അതിനുശേഷം ഡിസംബർ 2013 ഇദ്ദേഹം MHA, അത് UPA കീഴിലുള്ള MHA മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ലെറ്റർ അയച്ചത് എന്റെ റീ ഓപ്പൺ ചെയ്യണം. ഞാനാണ് പ്രധാന കുറ്റക്കാരൻ, അദ്ദേഹത്തെ കുടുക്കിയത് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മറ്റ് അഫിഡവിറ്റുകളില്, അതായത് സത്യവാങ്മൂലം ആ കേസ് പേപ്പേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുള്ളത് സത്യമാണ്, ഇൻട്രോഗേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ വൈക്കേരിയസ് ലയബിലിറ്റി എന്നുള്ള സിവിൽ കേസ് ആ സിവിൽ ബേസിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു ഡിഫോമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്, അതിപ്പോ പ്രോസസ് ചെയ്ത് വരികയാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു വക്കീൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, പച്ചക്കള്ളം പറഞ്ഞതിന്. ഞാൻ ഒരു എംപ്ലോയ്മെന്റിന് വേണ്ടി, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്തെന്നും ആ റെക്കമെൻഡേഷൻ ചെയ്യുന്നപ്പോൾ എന്നെ അദ്ദേഹം ഗെറ്റ് ഔട്ട് അടിച്ചെന്നും ഒക്കെ പറഞ്ഞു. അത് ഒരു ഇൻസൾട്ടിംഗ് ആയിട്ടുള്ളതാണ്, അത് പച്ചക്കള്ളമാണ്. അതിനെപ്പറ്റി ഞാൻ ഞാൻ മടങ്ങിയെത്താം. ശ്രീ ആർ വി ശ്രീകുമാർ ദയവായി തുടരുക. ശ്രീ എസ് കെ സജീഷ്, ഇതിനകം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു സംസ്ഥാന സർക്കാർ അല്ല നമ്പിനാരായണന് പത്മഭൂഷൺ നൽകണം എന്ന ശുപാർശ നൽകിയത് എന്ന്. പക്ഷേ ഇതിനകം പുറത്തു വന്നിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ MP ആണ് നമ്പിനാരായണന് പത്മ പുരസ്കാരം നൽകണം എന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ കത്ത് നൽകിയിട്ടുള്ളത് എന്ന്. ഇവിടെ എൻ്റെ ചോദ്യം, സംസ്ഥാന സർക്കാർ ശുപാർശ നിഷേധിക്കുമ്പോൾ നമ്പിനാരായൺ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനല്ല എന്ന ധ്വനിയുണ്ടോ? അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ നമ്പിനാരായൺ, സെൻകുമാർ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ സെൻകുമാർ BJP സഹയാത്രികനായി ഇപ്പോൾ തുടരുകയാണ്. ആറ്റിങ്ങലിൽ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. താങ്കൾക്കെതിരായിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം തന്നെയും എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? സംസ്ഥാന സർക്കാർ, നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ, സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നു. എനിക്ക് അറിയുന്നില്ല. അതായത് ഇപ്പോൾ പുള്ളി തന്നെ DGP ആയത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ പുറത്താണ്. അതേ പാർട്ടിയാണ് ഇവിടെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെ മാനിക്കുന്നില്ല. ഇനി രണ്ടാമത്തത് 3 മെമ്പർ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് പറയുന്നു. ഇനി മൂന്നാമത്തത് BJP ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനാണ് ഇത് എനിക്ക് ഇത് കൊടുത്തത്, അവാർഡ് കൊടുത്തത്. അതിനെ ഓപ്പണായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതും പിന്നെ ഒരു വിധത്തിലും നമ്മൾ പറയാൻ കഴിയാത്ത പല കമ്പാരിസൺസും കൊടുത്ത് ഒരു ലെവൽ താഴെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ ആറ്റിങ്ങലിലോ അല്ലെങ്കിൽ ചെറിയങ്കിലോ എവിടെയെങ്കിലും MP ആയിട്ട് കണ്ടസ്റ്റ് ചെയ്ത് പിന്നെ അവിടെ ജയിച്ച് ഇവരൊക്കെ പാർലമെൻറ്റിൽ പോവുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ. ആറ്റിങ്ങലിൽ ജയിച്ചു പോയാൽ എന്തായിരിക്കും എന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ എന്ന്. മാനനഷ്ട കേസിന് സാധ്യതയുണ്ടോ ഇക്കാര്യത്തിൽ? അത് പരിശോധിക്കുന്നുണ്ടോ താങ്കൾ? ഇപ്പോൾ ശ്രീകുമാറും പുതിയ വാദവുമായി രംഗത്ത് വന്നിരിക്കുന്നു. 100% ഇതിനകത്ത് മാനനഷ്ട കേസിന്, ക്രിമിനൽ മാനനഷ്ട കേസിനുള്ള എല്ലാ എലിമെൻറ്റും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ എക്സാമിൻ ചെയ്തിട്ട് തീരുമാനിക്കണം. പക്ഷേ വേറൊരു മനസ്സ് പറയുന്നത് എന്ത് വേണമെങ്കിലും നമ്മൾ ഒരാളോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആ ഫൈറ്റ് ചെയ്യുന്ന ആളുമായിട്ട് ഒരു ചെറിയ ഒരു അക്സെപ്റ്റബിൾ ക്വാളിറ്റി വേണം. അപ്പോൾ ഇത് വേണോ എന്ന് ഞാൻ ആലോചിക്കുന്നു. അതിനൊരു തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ ഫൈനലായിട്ട് ഒരു തീരുമാനം ഞാൻ പറയാം. അല്ല, ഒരാളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഈക്വൽ ഇതുണ്ടാകണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. നോക്ക്, സെൻകുമാർ പറയുന്നത് ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, പുസ്തകം എഴുതാൻ പോകുന്നു. അപ്പോൾ പുസ്തകത്തിൽ എന്തോ വളരെ ഗുരുതരമായത് എന്തോ താങ്കൾക്കെതിരെ എഴുതാൻ പോകുന്നു എന്നാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. അങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഇപ്പോഴല്ലേ പറയേണ്ട സമയം. അത് മാത്രമല്ല, പുള്ളി റെസ്പോണ്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ കേസിൽ അത് പറയാമായിരുന്നല്ലോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങയുടെ ആർഗ്യുമെൻ്റൊക്കെ ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും ചെന്നിട്ട് പുള്ളി വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ബാധരേഷനും ഇല്ല. ഇവരൊക്കെ മനസ്സിൽ തോന്നിയ വശം അവർ സംസാരിക്കും. അവർക്ക് പക്ഷേ എന്തോ ഒരു മാനസിക വിഷമം പുള്ളിക്കുണ്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട്.
പിന്നെ ഞാൻ ആർക്ക് മാനസിക വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല എന്ന്. മാനസിക വിഷമമാണോ മാനസിക ആ ഭാഷ ഞാൻ അതിന് താഴെ വന്ന് സംസാരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ടെലിവിഷനിലേക്ക് അതിനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും മാനസികമായിട്ട് പുള്ളിക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ എന്തൊക്കെ പറയുന്നു, അൺകൺസേൺഡ് ആയിട്ടും അൺകണക്റ്റഡ് ആയിട്ടും പറയുന്നു. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പുള്ളിയുടെ ഇൻ്റർപ്രിട്ടേഷൻ തെറ്റാണ്, അങ്ങനെയുള്ളതൊക്കെ പറയുന്നു. അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഐ എം നോട്ട് ഷുവർ. എനിവേ ഐ ഫീൽ ദാറ്റ് ഐ ഓപ്പൺലി പിറ്റി ഹിം. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഡിസർവ്സ് എനി കമൻറ്റ്. രാജീവ് ചന്ദ്രശേഖർ ആണ് താങ്കളെ പത്മഭൂഷൺ പുരസ്കാരം നൽകാനുള്ള, താങ്കൾക്ക് പത്മഭൂഷൺ പുരസ്കാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ശുപാർശ നൽകിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കത്ത് സൂചിപ്പിക്കുന്നത്. താങ്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണോ രാജീവ് ചന്ദ്രശേഖർ എന്ന BJP MP താങ്കൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയത്? അല്ല, ഞാനും രാജീവ് ചന്ദ്രശേഖരുമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്നുള്ള കത്ത് ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടതുപോലെ ഞാനും കണ്ടു. അതുകൊണ്ട് എനിക്ക് അറിയാം പുള്ളി റെക്കമെൻഡ് ചെയ്തു എന്നറിയാം. പിന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല പുള്ളി റെക്കമെൻഡ് ചെയ്തത്. ഇൻഫാക്ട് ഞാൻ പുള്ളിയെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നേരത്തെ ശ്രീ RB ശ്രീകുമാറും പറഞ്ഞല്ലോ ISROയിലെ കോൺട്രിബ്യൂഷനെ കുറിച്ച് ശ്രീകുമാറിനും സംശയമുണ്ട്. അപ്പോൾ ISROയിലെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണോ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്, അതോ കള്ളക്കേസിൽ കുടുക്കിയ സയൻറ്റിസ്റ്റിനുള്ള ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ, ആ നിലയിലാണ് എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെയും ശുപാർശ? അല്ല, ഞാൻ കാണുന്നത് ഇറ്റ് ഈസ് എ ലേറ്റ് റിക്കഗ്നിഷൻ ഓഫ് മൈ കോൺട്രിബ്യൂഷൻ. ലേറ്റ് റിക്കഗ്നിഷൻ എന്ന് പറയാൻ കാരണം ഒക്ടോബർ മാസം 1994 PSLV നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതാണ് നമ്മുടെ PSLVയുടെ വെർട്ടിബ്ര കോളം, നട്ടൽ എന്ന് പറയുന്ന അത്രയും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. ആ സിസ്റ്റത്തിൻ്റെ ഹൈ റിലയബിലിറ്റി കൊണ്ടാണ് നമ്മൾ അത് കഴിഞ്ഞ 24 വർഷം 1044 PSLVസും അതിൻ്റെ പിന്നെ അതടുത്ത് GSLVസും പിന്നെ മംഗൾയാൻ, ചന്ദ്രയാൻ, ഇതുപോലെ എല്ലാ മിഷനിലും നമ്മൾ ആ വികാസ് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും ഹൈലി റിലയബിളാണ്. ഇതുവരെ അത് ഫെയിലായിട്ടുള്ളതായിട്ട് യാതൊരു റീസൺസും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം എനിക്ക് സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എന്നെ നാട്ടുകാരൊക്കെ അറിയുന്നത് വിക്ടിം ഓഫ് എ ചാരക്കേസാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ട് ആ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ് എന്ന് അറിയപ്പെടുന്നതിലാണ്. അപ്പോൾ അത് ഇവർക്ക് അന്ന് ചെയ്യാൻ കഴിയാതെ പോയി ബിക്കോസ് ഓഫ് ദി കേസ്. ഇന്ന് അവർക്ക് അതിന് ഏറ്റവും ഒരു ഓപ്പർച്യൂണിറ്റി, അത് മലീഷ്യസ് പ്രോസിക്യൂഷൻ ആണെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തെളിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിച്ച് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി ISRO has come forward in accepting that fact. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത്. കാരണം അതിൻ്റെ സ്പേസ് ആൻഡ് സയൻസിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി. ശ്രീ SK സജീഷ്, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചിരുന്നു, സാങ്കേതിക തകരാറ് മൂലം താങ്കൾക്ക് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. സംസ്ഥാന സർക്കാരല്ല ശ്രീ നമ്പിനാരായണൻ്റെ പേര് ശുപാർശ ചെയ്തത് എന്ന് ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. എൻ്റെ ചോദ്യം ഇതായിരുന്നു, അതിൽ ശ്രീ നമ്പിനാരായൺ പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കാനുള്ള അർഹതയില്ലാത്ത ആളാണ് എന്ന ധ്വനിയുണ്ടോ? അല്ല, ഒരിക്കലുമില്ല. പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കാൻ വേണ്ടി അർഹതയില്ലാത്തത് കൊണ്ടല്ല ഒരിക്കലും ഏതെങ്കിലും ഒരാളെ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യാത്തത്. സംസ്ഥാന സർക്കാർ വിവിധ മേഖലയിലുള്ള ആളുകളെ ശുപാർശ ചെയ്യേണ്ടി വരും. അതിൻ്റെ ചില പരിമിതികൾ സർക്കാരിനുണ്ട്. ആ സമയത്ത് ചില ആളുകളെങ്കിലും വിട്ടുപോകും. എല്ലാ കൊല്ലവും എല്ലാ ആളുകളെയും ശുപാർശ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ആ സാഹചര്യത്തിനനുസരിച്ചുള്ള ആളുകളുടെ പേരുകളാണ് ശുപാർശ ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഏതെങ്കിലും നിലയിൽ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യാതിരിക്കുന്നതല്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യാത്ത ഒരാൾ അതിന് അർഹരല്ല എന്ന ഒരു ധ്വനിയും അതിനില്ല. അത് ഈ ചില വിവാദങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശുപാർശയുടെ കുറിച്ച് പറഞ്ഞ സമയത്ത് മാത്രം വന്ന പരാമർശം എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ടത്, ശ്രീ നമ്പിനാരായണൻ തന്നെ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെ പോലും ശ്രീ സെൻകുമാർ ഇന്ന് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് സെൻകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കറിയാം, ഇന്ത്യയുടെ PSLV സാങ്കേതിക വിദ്യയിൽ
ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പണ്ട് ഫ്രാൻസിൽ നിന്ന് പഠിച്ച വീക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ വികാസ് സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യയുടെ തുടർച്ചയാണല്ലോ PSLV. അത് നേടിയെടുക്കുന്നതിൽ അതിൻ്റെ ടീം ഫ്രാൻസിലേക്ക് പോയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ടീമിനെ നയിച്ചത് ശ്രീ നമ്പിനാരായണനായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ടീമിന് അന്ന് സാമ്പത്തികമായ ആ സാങ്കേതിക വിദ്യ നേടാനുള്ള ശേഷി ഇന്ത്യക്കില്ലായിരുന്നു. പിന്നെ അത് വാങ്ങാനുള്ള ശേഷിയില്ല. അവിടെ പോയി പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് പഠിച്ചെടുക്കാനുള്ള സാമ്പത്തിക പുരസ്കാരങ്ങളിൽ ഒന്ന് നൽകണമെന്ന് ശുപാർശ നൽകിയിരുന്നില്ല. ഒരു രാജീവ് ചന്ദ്രശേഖരൻ വേണ്ടി വന്നല്ലോ. അല്ല, ഞാൻ അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതായത് സംസ്ഥാന സർക്കാർ ശുപാർശ നൽകുന്നത് അതാത് ഘട്ടത്തിലെ വിവിധ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്. ഞാൻ ഈ ഘട്ടത്തിലെ കാര്യമല്ല പറഞ്ഞത്. ശ്രീ സെൻകുമാർ പറയുന്നു അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ തീരെ അർഹനല്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ശ്രീ നമ്പിനാരായണൻ അത് അദ്ദേഹത്തിന്റെ ഒരു കാര്യമായതുകൊണ്ട് സൂചിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചത്. കാരണം ഈ സാങ്കേതിക വിദ്യ നേടാൻ വേണ്ടി ആ ടീമിന് സാധിക്കാതിരുന്ന സമയത്ത് അവർക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ട്, ഫ്രാൻസിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് ഈ സാങ്കേതിക വിദ്യ പഠിച്ചെടുക്കുന്ന ആ ടീമിൽ അദ്ദേഹമാണ് അതിനെ നയിച്ചത്, അതിനെ എക്സിക്യൂട്ട് ചെയ്തത് അദ്ദേഹമാണ്. അത് സ്വയം വിരമിക്കാനുള്ള കത്ത് നൽകിയ ആളായിട്ടാണ് ശ്രീ സെൻകുമാർ നേരത്തെ ശ്രീ നമ്പിനാരായണനെ വിലയിരുത്തിയത്. സ്വയം വിരമിക്കാനുള്ള കത്ത് അവിടെ നമ്പിനാരായണന്റെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് നേരത്തെ TP സെൻകുമാർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണോ നമ്പിനാരായണന് വേണ്ടി ഉന്നയിക്കുന്ന വാദങ്ങൾ, SK സജീഷിനെ പോലുള്ള ഉന്നയിക്കുന്ന വാദങ്ങൾ, അതിന് ബദലുണ്ടെന്ന് ഞാൻ സജീഷിനോട് പറയുകയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ റെക്കോർഡ് ISR DOS ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഓഫീസിൽ നിന്ന് 1994 മുമ്പുള്ള റെക്കോർഡ്സാണ്. അതിൽ ഇദ്ദേഹം ഇപ്പൊ സുരേഷ് എന്നാണ് അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഫ്രാൻസിൽ പോയി പലതും പഠിച്ചിട്ട് വന്നു പറയുന്ന അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവ് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്പിനാരായണൻ സാഹിബിന്റെ സൂപ്പർവൈസറി ഓഫീസറായ മുത്തുനായകം റിപ്പീറ്റഡ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ACR ആനുവൽ കോൺഫിഡൻഷ്യൽ റോൾസ് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം വികാസ് എഞ്ചിന് വേണ്ടി വേണ്ടത് ചെയ്തില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ രാജൻ ചെറുകാട് എഴുതിയ ഒരു പ്രശസ്തമായ സ്റ്റഡി ചെയ്ത് എഴുതിയ പുസ്തകമുണ്ട്, അട്ടിമറിക്കപ്പെട്ട ചാരക്കേസ്. അതിലെ ഒരു നമ്പൂതിരി എന്നുള്ള ഒരു സീനിയർ സയന്റിസ്റ്റാണ് ഈ ക്രയോജനിക് ഇന്ധനം ഡെവലപ്പ് ചെയ്യുന്നത് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് താങ്കൾ പറയുമ്പോൾ ശ്രീ RB ശ്രീകുമാർ, സുപ്രീം കോടതി അതെല്ലാം പരിശോധിക്കുകയും നമ്പിനാരായണന് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. നമ്മുടെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണല്ലേ ഒരാൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ആവശ്യപ്പെടുക എന്ന് ഉന്നത നീതിപീഠം തന്നെ വിധിക്കുക എന്നുള്ളത്. സുപ്രീം കോടതിന്റെ കാര്യത്തിൽ ഇപ്പൊ ശബരിമല കേസിന് റിവ്യൂ വേണ്ടി വരുന്നു. പോയിട്ടുണ്ട്. അത് ഫൈനൽ വേർഡായിട്ട് സുപ്രീം കോടതി നമ്മൾ കണക്കാക്കുന്നില്ല. സുപ്രീം കോടതി ഒരിക്കലും ചാരക്കേസ് നടത്തുന്ന അവർ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടേ ഇല്ല. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഏത് ബേസിസിലാണ് അറസ്റ്റ് ചെയ്തത് അത് സംശയമാണ്, അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചാരവൃത്തി നടന്നിട്ടില്ല. ഈ ISROയിൽ ആരും ചാരവൃത്തി നടത്തുന്നില്ല. പാകിസ്ഥാൻ അവിടെ മേൽനോട്ടായിട്ട് ഇത് പാകിസ്ഥാൻ അതിന്റെ പിറകില് നമുക്ക് സംശയാതീതമായിട്ട് അറിയാം. പാകിസ്ഥാൻ ISI ആണ് ഇതിന്റെ പിറകില്. അതിന്റെ ആ ഡൈവേർഷൻ തിരിച്ചു കൊടുക്കാനാണ് ഇപ്പൊ അമേരിക്കയെ കൊണ്ടുവന്നിരിക്കുന്നത്. അമേരിക്കയാണ് ഇതിന് പിറകില്, അമേരിക്കയാണ് പിറകില്. അങ്ങനെ പറഞ്ഞാൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു സപ്പോർട്ട് കിട്ടും. അതായിരിക്കും അവരുടെ താല്പര്യം. ശ്രീ നമ്പിനാരായണൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു താങ്കൾ എന്ന വാർത്തയുണ്ട്. നമ്പിനാരായണൻ, അത് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങളാണ് നികേഷ്. ഞാൻ സത്യത്തിൽ ഒരു LDFോ അല്ലെങ്കിൽ വേറെ ഏതൊരു പാർട്ടിയുടെ കാൻഡിഡേറ്റായിട്ടോ അല്ലെങ്കിൽ ഇലക്ഷനിൽ തന്നെ കണ്ടസ്റ്റ് ചെയ്യുമെന്ന് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. തൽക്ഷമയം എൻ്റെ മെൻ്റൽ കണ്ടീഷൻ അനുസരിച്ച് എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹവുമില്ല. അല്ല, അങ്ങനെ ഒരു സജഷൻ വന്നാലോ? എനിക്ക് അല്ല, എൻ്റെ ആഗ്രഹം മുഴുവനും ഞാൻ പലരോടും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്, ഒരു ചാലഞ്ചിങ് പ്രോജക്റ്റ്, ടൈം ബൗണ്ട് 2 to 3 years അതുപോലെ ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റ്, അതുപോലത്തെ എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിട്ട് ചെയ്യാൻ ഞാൻ ആലോചിക്കും, അതിനുവേണ്ടി മുൻകൈ എടുക്കും. അത് എൻ്റെ ഫീൽഡാണ്. ഇത് എൻ്റെ ഫീൽഡ് അല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ഫെയിലാകാൻ ആഗ്രഹിക്കുന്നില്ല.
എൻ്റെ ഫീൽഡ് അല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോയാൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പില്ല ഞാൻ സക്സീഡ് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് ആസ് സച്ച് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പോളിറ്റിക്സ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് മൈ ഡിസ്കസ് ചെയ്തോ ശ്രീ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ആരെങ്കിലും താങ്കളോട് ഇത് ഡിസ്കസ് ചെയ്തോ? പലരും എന്നോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത്. അവരോട് ഞാൻ ഈ കാര്യം ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. LDF ആണോ അത്? അത് LDF ആയാലും BJP ആയാലും UDF ആയാലും ഒന്നല്ലേ. ആരോ ഒരാൾ പോളിറ്റിക്സിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ് ചോദിച്ചത്. പോളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് നമ്പിനാരായൺ പറയുന്നത്. ആർ ബി ശ്രീകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീകുമാർ മേനോൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീകുമാർ മേനോൻ, നമ്പിനാരായണൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഇന്ന് ഏറ്റവും കുറഞ്ഞത് ഇക്കാര്യത്തിലൊരു ചർച്ച നടന്നിട്ടുള്ളത്. വിവാദം എന്ന് ഞാൻ പറയുന്നില്ല. മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടിയ കാര്യത്തിലും സമാനമായ വിധത്തിലൊരു ചർച്ച നടക്കുകയാണ്. മോഹൻലാൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ, RSSുമായി ചേർന്ന് സേവന പ്രവർത്തനങ്ങൾ, വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഭാരവാഹിത്വമുള്ളവരെല്ലാം തന്നെയും RSSനോട് അടുപ്പമുള്ളവരാണ് എന്നുള്ള വാർത്തകൾ, മോദിയെ കണ്ട ശേഷം എഴുതിയ ബ്ലോഗ്, മോദിയെ സന്ദർശിച്ച ശേഷം പോസിറ്റീവ് എനർജി തനിക്കുണ്ടാകുന്നു എന്ന് മോഹൻലാൽ ബ്ലോഗിൽ എഴുതിയിരുന്നു. മോദിയെ കണ്ട ദിവസം വിശേഷപ്പെട്ട ദിവസം എന്ന് മോഹൻലാൽ പറയുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ എനിക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പ്രത്യേകിച്ച് മോഹൻലാൽ മോദിയെ കണ്ടു, അത് താൻ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, സാമൂഹിക പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലമായിട്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണോ നമ്മൾ ഈ പത്മഭൂഷൺ പുരസ്കാരത്തെ കാണേണ്ടത്? നികേഷ്, എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചർച്ചയും ഈ ഒരു ചോദ്യവും തന്നെ നമ്മൾ ലാലേട്ടനെ മാത്രമല്ല മലയാളത്തിനെയും മലയാള സിനിമയും ഒക്കെ ഒരു ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചോദ്യവും ഒരു സ്റ്റേറ്റ്മെന്റും ആണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ലാലേട്ടന് പത്മഭൂഷൺ കിട്ടാൻ വൈകി എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം സിനിമയിൽ ഇതിനു മുമ്പ് പത്മഭൂഷൺ കിട്ടിയ ആളുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കൂ. നസീറുദ്ദീൻ ഷാ കിട്ടിയിട്ടുണ്ട്, അനുപം ഖേറിന് കിട്ടിയിട്ടുണ്ട്, കമലഹാസൻ, രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ഇങ്ങനെ തുടങ്ങിയ ഒരു മലയാള സിനിമ, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത നടന്മാർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. സർമള ടാഗോറിനും കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ നോക്കുമ്പോൾ 5 ദേശീയ അവാർഡും 9 സ്റ്റേറ്റ് അവാർഡും ഫിലിം ഫെയർ അവാർഡ്, ഐഫ, അതുപോലെ 8 അവാർഡുകൾ, എണ്ണിയാൽ തീരാത്ത അവാർഡുകളും ഈ ഭാഷഭേദമന്യേ ഉള്ള അംഗീകാരമുള്ളൊരു ഏറ്റവും നല്ല നടൻ എന്നുള്ള ഒരു അംഗീകാരവും, കേരളത്തിന് പുറത്ത് പടങ്ങളെ വിജയിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു ഏക നടൻ എന്നുള്ള ഒരു വിശേഷണവും, ഇന്ത്യയിലെ എല്ലാ നടന്മാരും റോൾ മോഡലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു നടൻ. 40 വർഷമായിട്ട് അദ്ദേഹം നമ്മുടെ സിനിമയിലുണ്ട്, 30 വർഷമായി അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു നടന് അതുപോലെ ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ പോലും ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചു തരണം എന്നുള്ള ആഗ്രഹം പോലും ഇവർ പറഞ്ഞിരുന്നു, എയർഫോഴ്സുകാർ. പക്ഷെ ലാലേട്ടൻ എല്ലാ വർഷവും ഈ സൈനിക പരിശീലനത്തിൽ പങ്കെടുക്കുകയും അതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ലഫ്റ്റനന്റ് കേണലാണ്. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു നടൻ, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു പത്മഭൂഷൺ അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ കേരളം മുഴുവൻ എഴുന്നേറ്റ് നിന്നിട്ട് കൈയടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ ചർച്ച ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഇന്ന് മലയാളത്തിൽ സിനിമാ രംഗത്ത് നിന്ന് ഒരാൾക്ക് പത്മഭൂഷൺ കിട്ടണമെങ്കിൽ അത് മോഹൻലാലിന് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് കിട്ടുന്നത് മോഹൻലാലിനായിരിക്കണം എന്ന് മലയാളത്തിൽ എല്ലാവർക്കും അറിയേ. ഈ ചർച്ച എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, പ്രണബ് മുഖർജി കോൺഗ്രസിൽ നിന്നാണ്. പ്രണബ് മുഖർജിക്ക് ഇന്ന് ഭാരതരത്ന അവാർഡ് കിട്ടിയതിനെ വിമർശിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരായിട്ടുള്ള പല നേതാക്കന്മാരാണ്. കേരളത്തിൽ നിന്ന് കെ മുരളീധരൻ ഒന്ന് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഗീതാ മേത്ത, BJDയുടെ നേതാവ് നവീൻ പട്നായിക്കിന്റെ സഹോദരിയാണ്. അവര് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലായതിനാൽ എനിക്ക് എന്തായാലും പുരസ്കാരം സ്വീകരിക്കാനാകില്ല എന്ന അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അത് 2 ഉദാഹരണങ്ങളിൽ നിന്ന് മാത്രം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ശ്രീകുമാർ മേനോൻ, താങ്കൾ നേരത്തെ മറ്റു ഭാഷകളിൽ ചെന്ന് പടം വിജയിപ്പിക്കാൻ കഴിയുള്ള ഏക നടൻ മോഹൻലാൽ എന്ന് പറഞ്ഞു. അത് മോഹൻലാൽ മാത്രമാണോ? 1. 2, മോഹൻലാലിന് പത്മശ്രീ ലഭിക്കുമ്പോൾ മുമ്പ് വേറൊരു നടന് കൂടി പത്മശ്രീ ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടി പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യം മലയാളികളുടെ ചുണ്ടിൽ ഉണ്ടാകില്ലേ ഇപ്പോൾ?
ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വളരെ ദൗർഭാഗ്യകരമായ മറ്റൊരു ചോദ്യമാണ്. കാരണം ആർക്ക് ആദ്യം മുമ്പ് കിട്ടി എന്നുള്ളത് ഇവിടുത്തെ വിഷയമല്ലല്ലോ. ഇക്കൊല്ലം ലാലേട്ടന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മമ്മൂട്ടിക്ക് കിട്ടാമല്ലോ. മനസ്സിലായി? മമ്മൂക്കയ്ക്ക് എന്നേക്കുമായ പത്മ പുരസ്കാരം പത്മഭൂഷണം നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ. ലാലേട്ടന് അതിനു മുമ്പ് കിട്ടി എന്നുള്ളത് ഒരു സത്യം. മനസ്സിലായോ? അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. മമ്മൂക്കയും അതിന് അർഹനാണ് എന്നുള്ള സത്യവും നമ്മൾ അംഗീകരിക്കുന്നു. ഓക്കെ, മോഹൻലാൽ എന്നുള്ള നടന്റെ സ്റ്റാർഡം അൺകമ്പയറബിൾ ആണെന്നും ഇത് മറ്റുള്ളവരുമായിട്ട് കഴിഞ്ഞ ഒരു താരതമ്യപ്പെടുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ളതാണെന്നും എനിക്കും നികേഷിനും മലയാളികൾക്കും എല്ലാം അറിയാം. അല്ല, മമ്മൂട്ടിയും അർഹനാണ് എന്ന് ശ്രീകുമാർ മേനോൻ താങ്കൾ പറയുമ്പോൾ ഈ മോഡിഫൈഡ് വേവ്സ് മോഹൻലാലിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമില്ലേ എന്ന സംശയം. ഒരിക്കലും രാഷ്ട്രീയമില്ല. മോഹൻലാൽ എന്നുള്ള വ്യക്തിക്ക് രാഷ്ട്രീയമില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം മോഹൻലാൽ മോഡിയെ കണ്ടാൽ അദ്ദേഹം BJP കാരനാവുന്നു. ലാലേട്ടൻ പിണറായി വിജയൻ സഖാവിനെ കണ്ടാൽ അദ്ദേഹം CPM ആവുന്നു. അപ്പോൾ ലാലേട്ടനെ പോലുള്ള ഒരു വ്യക്തിത്വം, അത് വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ രാഷ്ട്രീയമാണ് എന്നൊരു ലേബൽ ചേർത്തി കൊടുക്കുകയും അതിനുശേഷം ഒരു മാസത്തോളം അതിനെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുകയും ചെയ്യുന്ന നിരാശജനകമാണ്. ശ്രീ എസ് കെ സജീഷ്, ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐക്ക് അഭിപ്രായമുണ്ടോ? പ്രണബ് മുഖർജിക്ക് ഭാരതരത്നം ലഭിച്ചത് RSS ആസ്ഥാനം സന്ദർശിച്ചതുകൊണ്ടാണ്, അദ്ദേഹം ഹെഡ്ഗേവാറിനെ പുകഴ്ത്തിയത് കൊണ്ടാണ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഗീതാ മേത്ത പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായതുകൊണ്ട് ഈ അവാർഡ് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കില്ല എന്ന്. മമ്മൂട്ടിക്ക് ലഭിക്കാതെ മോഹൻലാലിന് പുരസ്കാരം ലഭിക്കുന്നത് വിശ്വശാന്തി ഫൗണ്ടേഷൻ RSSുമായി സഹകരിക്കുന്നത് കൊണ്ടാണോ? അല്ല, പത്മ പുരസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് ഈ പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെട്ട ഒരു വാചകം എന്ന് പറയുന്നത് ടെലിഗ്രാഫ് പത്രത്തിന്റെ ഹെഡിംഗ് ആണ്. അവർ വിശേഷിപ്പിച്ചത് പ്രണബ് മുഖർജിക്ക് ഭാരത് രത്ന ലഭിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇത് ഭാരത് രത്നയാണ്, ഭഗവത് രത്നയല്ല എന്ന അവരുടെ കമന്റ്. അത് വളരെ പ്രശസ്തമാണ്. RSS കേന്ദ്രത്തിൽ പോയി മോഹൻ ഭഗവതിനെ താലോലിക്കുമ്പോൾ ഈ രാജ്യത്ത് ഭാരത് രത്ന ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഭാരത് രത്നയാണ്, ഭഗവത് രത്നയല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ എല്ലാവരും അർഹരല്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തുന്നില്ല. നോക്കൂ, പ്രണബ് മുഖർജി നമ്മുടെ ഈ തലമുറ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗവും മോദി പറഞ്ഞതാണ്, പക്ഷേ എങ്കിൽ പോലും അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല. ടെക്സ്റ്റ് ബുക്കാണ്. ഇവിടെയാണ് നമ്മൾ നാനാജി ദേശ്മുഖ് എന്ന ഒരു ഭാരതരത്നത്തെ കാണാതെ നമ്മൾ നേരെ പോയി പ്രണബ് മുഖർജിയെ പിടിക്കുന്നത്. തെറ്റായ ആളെയാണ് നമ്മൾ ഉന്നം വെക്കുന്നതും വെടിവെക്കുന്നതും, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പോലും. അല്ല, അത് കൃത്യമായി കാണേണ്ടതുണ്ട്. നാനാജി ദേശ്മുഖ് എന്ന് പറയുന്ന സംഘപ്രചാരകന് ഭാരതരത്നം നൽകുന്നുണ്ട്. അതോടൊപ്പം പിന്നെ ഭൂപൻ ഹൻസാരിക BJPയുടെ പഴയ ലോകസഭാ കാൻഡിഡേറ്റ് ആയിരുന്നു, മത്സരിച്ച് തോറ്റുപോയ ആളാണ്. ഇവരെയൊക്കെ പരിഗണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വീതം വെക്കപ്പെടുന്ന ഈ അവാർഡുകളിലെല്ലാം കൃത്യമായ രാഷ്ട്രീയ മുഖം ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനെ ആകെ അതിലെല്ലാവരും മോശമാണ് എന്നുള്ള രീതിയിലൊന്നും അഭിപ്രായം പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് സെൻകുമാറിന്റെ അഭിപ്രായത്തോട് നമ്മൾ വിയോജിക്കുന്നത്. അദ്ദേഹം വിഷം പുരട്ടിയ അഭിപ്രായമാണ് പറഞ്ഞത് എന്നതുകൊണ്ടാണ് നമുക്ക് വിയോജിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഉള്ള BJP ഉള്ളടക്കം ചെയ്യുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തേ മതിയാവൂ. അത് ബംഗാളിലെ രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെയായിരിക്കും പ്രണബ് മുഖർജിയെ, അല്ലെങ്കിൽ ആസാമിലെ ഇപ്പോഴത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ അതിന് പറ്റാവുന്ന സാഹചര്യം ഒരുക്കുന്നു, മറ്റ് ഘടകകക്ഷികളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രാഷ്ട്രീയം ഒരുക്കുന്നു. അങ്ങനെ പല പല പങ്കും ഇതിനകത്തുണ്ട്. ബിജു ജനതാദളിന്റെ നേതാവിൻ്റെ സഹോദരി ആ അവാർഡ് നിഷേധിക്കുന്നത്. ശ്രീ എസ് കെ സതീഷ്, ഇതിനകത്തൊക്കെ ഒരു കോൺട്രഡിക്ഷൻ ഉള്ളത് ശരിയാണ്. ഭൂപൻ ഹസാരിക അസമിലെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു, തോറ്റു. പക്ഷേ അദ്ദേഹത്തിന് പോസ്റ്റുമസായി ഇപ്പോൾ ആ പുരസ്കാരം നൽകുന്നു. നാനാജി ദേശ്മുഖ് മുമ്പ് സംഘപരിവാറുമായി സഹകരിച്ച RSSുമായി സഹകരിച്ചിട്ടുള്ള ഗ്രാമസേവകനായിരുന്നു, അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നു. ഇവിടെ പ്രണബ് മുഖർജിക്ക് പുരസ്കാരം നൽകുന്നു. ജീവിതം മുഴുവൻ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഏത് അംശമെടുത്താലും അതിൽ കോൺഗ്രസ് ഉണ്ടാകുമെന്നാണ്. ശരിയാണ്, RSSൻ്റെ ആസ്ഥാനം സന്ദർശിച്ചു, അതിന് അതിൻ്റെതായിട്ടുള്ള വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മളിത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഇങ്ങനെ ഒരു പാരമ്പര്യമുള്ള മറ്റ് രാഷ്ട്രീയ ഇടതുപക്ഷത്തിൻ്റെതടക്കം മറ്റ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളെയും ഒരു പത്മ പുരസ്കാരത്തിനെയും അടുപ്പിക്കാത്ത കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെങ്കിലും വ്യത്യസ്തമാണോ നരേന്ദ്രമോദിയും BJP സർക്കാരും? അത്യാവശ്യം കോൺഗ്രസ്സുകാരെയൊക്കെ പരിഗണിക്കുന്നുണ്ടോ? അല്ല ശ്രീ നികേഷ്, അങ്ങനെ കാണുന്നതിൽ അർത്ഥമേ ഇല്ല. കാരണം എന്താണ്, ഓരോന്നും നൽകുന്ന ഓരോ സന്ദേശമാണ്, കൃത്യമായ സന്ദേശമുണ്ട്. ശ്രീ പ്രണബ് മുഖർജി അദ്ദേഹം നമ്മൾ ബഹുമാനിക്കുന്നയാളാണ്. പക്ഷേ അദ്ദേഹം രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ കാണേണ്ടത് എന്താണ്, അദ്ദേഹം RSS ആസ്ഥാനം സന്ദർശിച്ചുകൊണ്ട് അവിടെ മോഹൻ ഭഗവതിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹെഡ്ഗേവാറിനെ ഉൾപ്പെടെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത് രാഷ്ട്രതന്ത്രജ്ഞതയല്ല. അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശം ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ശരിയായതായിരുന്നില്ല. ആ ശരിയായ സന്ദേശം നൽകാതിരുന്നപ്പോൾ അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു എന്നതും ഒരു ശരിയായ സന്ദേശമല്ല. ആ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിലെല്ലാമുള്ള ഈ കാലഘട്ടത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ നമ്മൾ ശരിയായ നിലയിൽ വിലയിരുത്താൻ വേണ്ടി പറ്റണം, അത്രേ ഉള്ളൂ. ശരി, നേരത്തെ ശ്രീ SK സജീഷ് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ ഹെഡ്ഗേവാറിനെ പുകഴ്ത്തുമ്പോൾ മാത്രമാണ് പ്രണബ് മുഖർജിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം വരുന്നത് എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനമായി നമുക്ക് ഉന്നയിക്കാം. പക്ഷേ പ്രണബ് മുഖർജി, നമ്മളിപ്പോൾ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവരുടെ പട്ടിക എടുത്തു നോക്കിയാൽ പ്രണബ് മുഖർജി അവരിൽ ഒരാളിലും താഴെയല്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തു അവസാന കാലഘട്ടത്തിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ വിമർശിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അദ്ദേഹത്തെ വിമർശിക്കാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യാം. ഇവിടെ ശ്രീകുമാർ മേനോൻ, താങ്കൾ നേരത്തെ പറഞ്ഞു അനുപം ഖേർ അടക്കമുള്ളവർക്ക് പോലും ലഭിച്ചിട്ടുള്ള പുരസ്കാരമാണ് പത്മഭൂഷൺ എന്നുള്ളത്. ശരിയാണ്, ഒരുപക്ഷെ മോഹൻലാലിനേക്കാൾ മുമ്പ് ഈ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനോടൊപ്പം വരുന്ന കലാകാരന്മാർ, മോഹൻലാലിനോട് അത്ര വരാത്ത കലാകാരന്മാർക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ എപ്പോഴും നമ്മൾ മലയാള സിനിമയുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും എപ്പോഴും ചേർത്ത് വെക്കാറാണ്. അതുകൊണ്ടാണ് പത്മ പുരസ്കാരങ്ങൾ ഇരുവർക്കും ഒരേ സമയമാണോ ലഭിച്ചത്, ഒരേ വർഷം തന്നെയാണ് ലഭിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മമ്മൂട്ടിക്കായിരിക്കും ആദ്യം ലഭിച്ചിട്ടുണ്ടാവുക. ആ ഒരു താരതമ്യം എപ്പോഴും നമ്മുടെ മനസ്സിലില്ലേ ശ്രീകുമാർ? ഡെഫിനറ്റ്ലി ഉണ്ട് നികേഷ്. അത് അവരുടെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ട്, അതേപോലെ അവരുടെ സ്റ്റാർഡം കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്, അതേപോലെ അവർക്ക് അവാർഡ് കിട്ടുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിന്റെ പേരിൽ അങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ലഭിക്കേണ്ടതാണ് എന്നുള്ള ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് മോഹൻലാലിന് കിട്ടിയ പത്മഭൂഷണെ ഏത് രീതിയിലാണ് നമ്മൾ കുറച്ച് കാണാൻ കഴിയുക? അതിപ്പോ മോഹൻലാലിനെ മോഡിയെ പോയി കണ്ടതുകൊണ്ടാണ് മോഹൻലാലിന് പത്മഭൂഷൺ എന്ന് പറയുന്നത് തന്നെ ഒരു ബാലിശമല്ലേ എനിക്ക്? കാരണം മോഹൻലാലിന് ഒരു പത്മഭൂഷൺ കിട്ടാൻ മോഡിയെ കൊണ്ട് കണ്ടതുകൊണ്ട് മാത്രമാണോ മോഹൻലാലിന്റെ അർഹത? അല്ലല്ലോ. അപ്പോ നമ്മൾ നോക്കുമ്പോൾ അർഹത വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ പത്മഭൂഷൺ അവാർഡ് ലഭിക്കാൻ അല്ലെങ്കിൽ ആ ബഹുമതി ലഭിക്കാൻ എന്തുകൊണ്ടും എപ്പോഴും അർഹനല്ലേ ശ്രീ മോഹൻലാൽ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിമർശിക്കാൻ കഴിയില്ല. മമ്മൂക്കയ്ക്ക് കിട്ടിയില്ല, മമ്മൂക്കയ്ക്ക് ഇതിനൊപ്പം കിട്ടിയില്ല എന്നുകൊണ്ട് മോഹൻലാലിന് കൊടുത്തതിന്റെ കാരണം അല്ലെങ്കിൽ ആദ്യം കിട്ടിയതിന്റെ കാരണം ശ്രീ നരേന്ദ്രമോദിയായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമുഖമാണ്, അല്ലെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ RSSുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അലർജി ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം അദ്ദേഹം ദേശാഭിമാനിന്റെ പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ടല്ലോ. മറ്റന്നാൾ നടക്കുന്ന അല്ലെങ്കിൽ ഫെബ്രുവരി 3 നടക്കുന്ന അക്ഷരമുറ്റം പരിപാടിയിലെ ബ്രാൻഡ് അംബാസഡറാണ് മോഹൻലാൽ. ഒരു ദിവസം മുഴുവനാണ് അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും വിവിധ സംഘടനകളുമായിട്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇടപഴകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് പോകുമ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കുന്നില്ല. ഇങ്ങനെ ഇതേപോലത്തെ ഇത്രയൊരു പരമോന്നത ബഹുമതി കിട്ടിയപ്പോൾ നമ്മൾ ഒന്നിച്ച് സന്തോഷിക്കുന്നതിന് പകരം അതിന് വിമർശിക്കുക എന്ന് പറയുന്നത്, അതും ഈ ഒരു കാരണം വെച്ചുകൊണ്ട്, ഈ ഒരു ലിങ്ക് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് അതിനൊപ്പം കൊടുത്തില്ല, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് മുമ്പ് മോഹൻലാലിന് കിട്ടി എന്ന് പറയുന്ന കാരണങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നത് വളരെ മോശമാണ്. മോഹൻലാലിന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടുന്നതിനെ ആരും വിമർശിച്ചിട്ടില്ല, ഞാനും അങ്ങനെ വിമർശിച്ചിട്ടില്ല. ശ്രീകുമാർ മേനോൻ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ താങ്കൾക്കുണ്ടെങ്കിൽ ദയവായി നീക്കണം. പ്രേക്ഷകർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എങ്കിൽ നീക്കണം. കാരണം മോഹൻലാൽ പത്മഭൂഷൺ പുരസ്കാരത്തിന് പൂർണ്ണമായും അർഹനാണ് എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ.
സ്ഥാപനമാണ് റിപ്പോർട്ടർ TV. നോക്കൂ, ഒരു ട്രോൾ പ്രചരിക്കുന്നുണ്ട് ശ്രീകുമാർ. അതുകൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോകാതിരിക്കാനാവില്ല. ഭഗവതിയാണേ സത്യം. പത്മഭൂഷൺ ബഹുമതിയൊക്കെ ഉറപ്പായും ലാലേട്ടന് കിട്ടുമെന്ന് ഭഗവതിയെ തൊട്ട് സത്യം ചെയ്ത് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? താങ്കൾ ഭഗവതിയെ തൊട്ട് മോഹൻലാലിന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടുമെന്ന് ഒരു വർഷം മുമ്പ് പ്രവചിച്ചോ? അയ്യോ, അത് സംഭവിച്ചത് എന്താ വെച്ചാൽ നികേഷ്, ഞങ്ങളുടെ അമ്പലത്തിൽ പുത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മോഹൻലാൽ വരുന്നു. അന്ന് ഒടിയന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോ ആ ഒടിയന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹം വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, മനസ്സിലായോ, നമ്മൾ ഈ പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന് പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ കിട്ടാൻ അർഹനാണ് എന്ന് ഏതൊരു മലയാളിയെ പോലെയും ഞാനും ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവിടെ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഒടിയന്റെ അഭിനയത്തിന് മോഹൻലാൽ, കാരണം ഒടിയന്റെ അഭിനയം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം എന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ രംഗങ്ങളിലെ അഭിനയങ്ങളും ഞാൻ കണ്ട ആളെന്നുള്ള നിലയ്ക്ക് ഒടിയൻ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരത്തിന് അർഹതയുണ്ടെന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടും, കാരണം അദ്ദേഹത്തിന് കിട്ടുന്നത് പത്മശ്രീ കിട്ടിയ അടുത്ത് പത്മഭൂഷണാണ്, അത് കിട്ടും എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭഗവതിയോട് നടത്തുന്ന ഒരു പ്രാർത്ഥനീയമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ അന്ന് ഞാൻ ഒരു വർഷം മുമ്പ് പുത്തൂർ അമ്പലത്തിൽ വെച്ച് മോഹൻലാലിന്റെ ഇരുത്തി പറഞ്ഞ ഒരു വാദത്തിന് ഞാൻ പറയുന്ന ആള് പത്മഭൂഷൺ കിട്ടാൻ അല്ലെങ്കിൽ ഞാൻ പത്മഭൂഷൺ വാങ്ങിച്ചു കൊടുക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അതൊക്കെ അങ്ങനെയൊക്കെ കഴിയുന്നു എന്ന് പറയുന്നതിന് എത്ര ബാലിശമാണ്. കാരണം ഞാൻ പറയുന്നവരുണ്ട്, മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. ഫലിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു മോഹൻലാലിന് നിങ്ങളുടെ ഒന്നും സേവനം ആവശ്യമില്ല പത്മഭൂഷൺ കിട്ടാൻ. പക്ഷേ ലഫ്റ്റനന്റ് കേണൽ പദവി കിട്ടുന്നതിന് വേണ്ടി മേജർ രവി കുറേ പട്ടാള സിനിമകളിൽ അഭിനയിപ്പിച്ചു. കഥയാണ്, പ്രതികരണത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീകുമാർ മേനോൻ അദ്ദേഹത്തെ ഒടിയനിൽ അഭിനയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ BJPയോട് അടുപ്പിച്ച് നിർത്താൻ ശ്രമിച്ചു എന്നൊക്കെയാണ് കഥ. ഒടിയനും BJPയും തമ്മിൽ എന്താ ബന്ധം നികേഷ്? ഒടിയനും BJP ആയിട്ട് യാതൊരു ബന്ധമില്ല അതില്. ഓക്കെ, ഒന്ന്. രണ്ട്, ലഫ്റ്റനന്റ് കേണൽ പദവി കിട്ടാൻ അദ്ദേഹം പട്ടാള സിനിമയിലൊന്നും അഭിനയിക്കണ്ട. ധോണി പട്ടാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ലഫ്റ്റനന്റ് കേണലാണ് ധോണി. സച്ചിൻ തെണ്ടുൽക്കർ ലഫ്റ്റനന്റ് കേണലാണ്. അത് ടെറിട്ടോറിയൽ ആർമിയിൽ അതിന് സന്നദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് ആ ടെറിട്ടോറിയൽ ആർമിയുടെയും സേവനങ്ങളെയും ആർമിയുടെ പ്രവർത്തികളെയും സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള ബ്രാൻഡ് അംബാസഡർമാരായിട്ടാണ് ഇവരെടുക്കുന്നത്. അതിന് പട്ടാള സിനിമയിൽ അഭിനയിക്കണ്ട, മനസ്സിലായോ? അതിന്റെ ഒരു പ്രശസ്തിയും അതിനുള്ള ഈ ടെറിട്ടോറിയൽ ആർമിയുടെ ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആ സ്ഥാനം വഹിക്കാനുള്ള ഒരു മനസ്സും സന്നദ്ധതയും മതി. അത് അദ്ദേഹത്തുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒടിയനും BJPയും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ഒടിയനിൽ ഒരു സ്ഥലത്തും ഒരു BJPയോ ഹിന്ദുത്വത്തിന്റെയോ അടയാളങ്ങളെ ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള ഒരു ബിംബങ്ങളോ ചിഹ്നങ്ങളോ ഇല്ല. പറഞ്ഞാൽ അന്ധവിശ്വാസത്തിനെ എത്ര റിയലിസ്റ്റിക് ആയിട്ട് അന്ന് നമ്മൾ ഉണ്ടായിരുന്ന ഒടിയൻ എന്നുള്ളൊരു മിത്തിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു അത്ലറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിക്കാനാണ് ഇതിൽ ശ്രമിച്ചത്. അതിന്റെ പ്രൊമോഷൻ കഴിഞ്ഞില്ലേ ശ്രീകുമാർ? ശ്രീ SK സജീഷ്, മമ്മൂട്ടിക്ക് കിട്ടാതിരുന്നത്, മോഹൻലാലിനോടൊപ്പം കിട്ടാതിരുന്നത് അപാകതയാണെന്ന് DYFI കരുതുന്നുണ്ടോ? എങ്ങനെയാണ് ശ്രീ നികേഷ് കരുതാൻ വേണ്ടി പറ്റുക? അങ്ങനെ നമുക്കൊരു വിലയിരുത്തൽ നടത്താൻ വേണ്ടി പറ്റുമോ? നമ്മളിവിടെ ചർച്ച വളരെ ലഘുവായ രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും രീതിയിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ അഭിമാനമായ ആളുകളെ ഏതെങ്കിലും ഒരു തൊഴുത്തിൽ, BJPയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു ശ്രമവും നടത്തരുത്. അത് കേരളത്തിന് തന്നെ അപമാനകരമാണ്. ആ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. നമ്മുടെ ഈ ചർച്ചയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമാണ്. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാവുന്ന പ്രതിജ്ഞ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ നിഷേധിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെയെല്ലാം പിച്ചു ചീന്തുന്ന ഒരു സാഹചര്യം പരസ്യമായി വെളിപ്പെടുത്തൽ സെൻകുമാർ, അതിന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീ പ്രണബ് കുമാർ മുഖർജിയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, പഞ്ചായത്ത് മെമ്പർമാർ മുതൽ MLA-മാരും MP-മാർ വരെ അതിന് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസിഡന്റായിരുന്ന ആള് തന്നെ, ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റായിരുന്ന ആള് തന്നെ ഇതിന്റെ കൂടെ നിന്ന് കൊടുത്താൽ ഇങ്ങനെ ചില അവാർഡുകൾ കിട്ടും, പുരസ്കാരങ്ങൾ ലഭിക്കും എന്നുള്ള ഒരു സന്ദേശം നൽകുന്ന സാഹചര്യം. ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, മറ്റെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ല. അത് ഇതിൽ അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ആ അർഹതയെക്കുറിച്ച് നമുക്കാർക്കും തർക്കമില്ല. നമ്പിനാരായണൻ നേരത്തെ ഈ പരിപാടിയിൽ പറയുന്നത് താങ്കൾ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ശ്രീ SK സജീഷ്. ഡിസ്കസ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ
ഒരാൾ വന്ന് ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമ്പിനാരായണൻ അടക്കമുള്ളവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്താൻ ആലോചിക്കുന്നു എന്നാണോ മനസ്സിലാകുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വാദങ്ങൾ മുഴുവൻ തകരാറിലാവും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ആളെ പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ അത് സ്വാഭാവികമായും രാഷ്ട്രീയത്തിൻ്റെ ചുറ്റുപാടുകൾ അതിനകത്തില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക? നികേഷ് കുമാർ, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പറയുക? ഈ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് ഒരു ചർച്ചയിൽ നമുക്ക് ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല. നമുക്ക് വസ്തുതാപരമായ കാര്യങ്ങളും നിലവിലുള്ള സാഹചര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാം. അതല്ലാതെ ആർക്കെങ്കിലും തോന്നുന്ന, ആരെങ്കിലും ഊഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായും പറ്റില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. SK സജീഷ്, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച നമ്പിനാരായൺ, RV ശ്രീകുമാർ മേനോൻ, എല്ലാവർക്കും നന്ദി. ന്യൂസ് 8 അവസാനിക്കുന്നു. നമസ്കാരം.